ഇപ്പോൾ തന്നെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ നാം ഓരോരുത്തരും വായിക്കുന്ന വാർത്ത എന്താ? അങ്ങ് മലപ്പുറം ജില്ലയുണ്ടല്ലോ, ആ മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരനാ, ദിൽഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ, രാജ്യാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ ദേശങ്ങളിലൂടെയും കടന്നുപോയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവിടുത്തെ അവസ്ഥകളെല്ലാം ലോകത്തോട് സംവദിക്കുന്ന മനുഷ്യനാ, ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്ന മനുഷ്യനാ. ആ മനുഷ്യനെ ഇപ്പോൾ കാണാനില്ല എന്ന വാർത്തയാണ്. ആ മനുഷ്യനെ ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ആസാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആ മനുഷ്യന്റെ അവസാന കോള് വന്നിരിക്കുകയാ. ആ മനുഷ്യൻ എവിടെയാണെന്നറിയില്ല. അവിടുത്തെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ വലിയ വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യമാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ട വാർത്തയാ. ഒരുപാട് കെട്ടിടങ്ങൾ ഒലിച്ചുപോയ വാർത്ത നമ്മൾ കേട്ടവരാ. വലിയ സമുച്ചയങ്ങൾ മുഴുവനും നശിച്ചു പോയതായി നാം ഓരോരുത്തരും അറിഞ്ഞവരാ. ആ ദിൽഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ പെട്ടുപോയതാണോ നമുക്ക് പറയാനറിയില്ല. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഏതെങ്കിലും ചതിക്കുഴിയിൽ വീണുപോയതാണോ അറിയില്ല. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യരാ. അങ്ങ് കാശ്മീരിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെയുള്ള പാവങ്ങളായ മനുഷ്യർ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുക്കുകയാ. വെള്ളത്തിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ, എന്റെ മാതാവ് മരണപ്പെട്ടു പോയി നബിയേ. ആ മാതാവിന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന സദഖ, ഏറ്റവും ഉത്കൃഷ്ടമായ അമലേതാ, ഏറ്റവും നല്ല സദഖ ഏതാ? റസൂലുള്ള പറയുന്നു, മോനെ, അൽമാ, വെള്ളമില്ലാത്തവരായ പാവങ്ങളുണ്ടല്ലോ, അവർക്ക് വെള്ളത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കലാ. ആ സഹാബി ഒരു നാട്ടിലേക്ക് പോയി, പാവങ്ങൾ താമസിക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് പോയി, അവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുന്നു. ആ വെള്ളം ഉപയോഗിക്കുന്ന കാലത്തോളം ആ മാതാവിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാ. പ്രിയമുള്ള സഹോദരാ, ഞാൻ പറഞ്ഞു വന്നത്, ആ ദിൽഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടുകിട്ടിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആരെങ്കിലും കുടുക്കിയതാണോ എന്നറിയില്ല. ചതിക്കുഴിയിൽ വീണുപോയതാണോ എന്നറിയില്ല. അല്ലാ അല്ലാ, രക്ഷാകവചമൊരുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷ വാർത്ത കേൾപ്പിക്കണേ അല്ലാ, മടക്കി കൊണ്ടുവരണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ, അവർക്കും നീ സന്തോഷ വാർത്ത അറിയിക്കണേ അല്ലാ. ഖൈറേതാണെന്ന് നിനക്കല്ലാതെ അറിയില്ല റബ്ബേ, ഖൈറായ രൂപത്തിൽ നീ എത്തിക്കണേ അല്ലാ. ഇടയിലൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. പ്രിയമുള്ള സഹോദരാ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയമെത്തിയാ അല്ലാഹു അവനെ അവിടെ എത്തിക്കുകയാ. ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും മരണം സംഭവിക്കാം. ഞാൻ വലിയ രോഗിയല്ല എന്ന് കരുതണ്ട,
എനിക്ക് വലിയ പ്രായമൊന്നുമില്ല എന്ന് കരുതണ്ട. ഞാൻ ചെറുപ്പക്കാരനാ, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന് കരുതണ്ട. ഈ ലോകത്ത് ആരും ജീവനോടെ ബാക്കിയാവുകയില്ല. ഒരു ദിവസം എല്ലാവരും മരണപ്പെടാനുള്ളതാ. ഈ ലോകത്ത് ആരെങ്കിലും ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാകണമായിരുന്നു. ലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ആരെങ്കിലും ജീവനോടെ ഈ ദുനിയാവിൽ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ എന്റെ പ്രവാചകർ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാകുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. ഈ ദുനിയാവിലെല്ലാം നൈമിഷികമാ. ഈ ദുനിയാവിൽ എല്ലാവരും മരണപ്പെടാനുള്ളതാണ്. റസൂലുള്ള പറയുന്നു, സഹാബാ അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന, നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതെയാക്കുന്ന, അഹങ്കാരങ്ങൾ മുഴുവനോ തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന പ്രതിഭാസമുണ്ടല്ലോ, മരണമുണ്ടല്ലോ. ആ മരണത്തെ ധാരാളമായി നിങ്ങൾ ഓർക്കണേ. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണേ. നിങ്ങളുടെ ആസ്വാദനങ്ങൾ മുഴുവനും മുറിച്ച് കളയുന്നതാ. ഈ ദുനിയാവിൽ നിങ്ങളുടെ അഹങ്കാരങ്ങൾ മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന മരണമാ. ആ മരണത്തെ ഓർത്ത് ജീവിക്കണേ. ആ മരണം എപ്പോ വേണമെങ്കിലും നിന്റെ മുന്നിലേക്ക് കടന്നു വരാം. പ്രിയമുള്ള സഹോദരാ, ഒരു രാജാവിന്റെ ചരിത്രമാ, ഒരു രാജാവിന്റെ കഥയാ. മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മഹാന്മാര് ഉദാഹരണമായി പഠിപ്പിക്കുകയാണ്. ഒരു രാജാവിന്റെ കഥയാണ്. ആ കഥ ഒരു ഉദാഹരണമായി മരണത്തെ ഓർത്ത് ജീവിക്കുന്നതിന് വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാ. പ്രിയമുള്ള സഹോദരാ, ആത്മാർത്ഥമായി നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാ അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ആ രാജാവിന്റെ പ്രത്യേകത 4 ഭാര്യമാരാണ് ആ രാജാവിനുള്ളത്. ആ 4 ഭാര്യമാരോട് മാത്രമാണ് എപ്പോഴും സല്ലപിക്കാറുള്ളത്. വേറെ കുടുംബക്കാരാരുമില്ല, വേറെ ബന്ധുമിത്രാദികളാരുമില്ല. എപ്പോഴും ആ രാജാവിന് തുണയായി കൂടെയുണ്ടാകുന്നത് ആ 4 ഭാര്യമാരാ. ആ 4 ഭാര്യമാരോടും മരണത്തിന്റെ സമയമെടുത്തപ്പോ ആ രാജാവ് ചോദിക്കുകയാ, ഞാൻ ഈ ലോകത്ത് നിന്നങ്ങ് വിട പറയുമ്പോ എന്റെ കൂടെ നിങ്ങളിൽ ആരാണ് ഖബറിലേക്ക് വരിക? എന്റെ കൂടെ ഖബറിലേക്ക് വരാൻ തയ്യാറുള്ളതാരാ? ആ ഖബറകങ്ങളിൽ എന്റെ കൂടെ സാവസിക്കാനുള്ളതാരാ? ഒന്നാമത്തെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുകയാ. ആ ഭാര്യയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒരുപാട് ആർഭാടങ്ങൾ ആ രാജാവ് കൊണ്ടുപോയി നൽകിയ ഭാര്യയാണ്. ഒരുപാട് ആഭരണങ്ങൾ കൊടുത്ത ഭാര്യയാ. ഒരുപാട് സൗഭാഗ്യങ്ങൾ എറിഞ്ഞു കൊടുത്ത ഭാര്യയാ. വേണ്ടതെല്ലാം ചോദിക്കുന്നത് പോലെ വലിയ വലിയ ഡിമാൻഡുള്ള വസ്ത്രങ്ങളാണ്. അത് മുഴുവനും ആ ഭാര്യയ്ക്ക് വേണ്ടി നൽകിയതാണ്. ആ ഭാര്യയോട് ചോദിക്കുകയാണ്, മോളെ, നാളെ ഞാൻ ഖബറിലേക്ക് പോകുമ്പോ എന്റെ കൂടെ ഖബറിൽ വരുമോ? ആ ഭാര്യ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഒരിക്കലുമില്ല, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. നിങ്ങളുടെ ജീവൻ പോകുന്നതോടുകൂടെ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നതാ. നിങ്ങളുടെ ജീവൻ നഷ്ടമാകുമ്പോ
നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നതാ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം നൽകുകയാണ്. ഈ ഭാര്യ ഏതെന്നറിയുമോ? നിന്റെ ശരീരവും നിന്റെ ആഡംബരങ്ങളുമാണ്. നീ വില കൂടിയ വസ്ത്രങ്ങൾ മേടിച്ച് ധരിച്ചുവല്ലോ, വില കൂടിയ കാറുകളിൽ നീ സഞ്ചരിച്ചുവല്ലോ, വില കൂടിയ വീടുകളിൽ നീ പാർപ്പിച്ചുവല്ലോ. എല്ലാ സൗന്ദര്യത്തിനു വേണ്ടിയും വസ്തുവിഭവങ്ങളെ കൊണ്ട് നീ നിറച്ച നിന്റെ ആർഭാടമുണ്ടല്ലോ, നിന്റെ ആഡംബരമുണ്ടല്ലോ, ആ ആഡംബരത്തെ കുറിച്ചാ പറയുന്നത്. നീ ഖബറിലേക്ക് അങ്ങ് പോയാ നീ നിന്റെ സമയം മുഴുവനും നിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി നീ മാറ്റിവെച്ചവനല്ലേ, സൗന്ദര്യത്തിന് വേണ്ടി മാറ്റിവെച്ചവനല്ലേ, അഹങ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചവനല്ലേ. ഖബറിലേക്ക് പോയാൽ ആഡംബരങ്ങളൊന്നും നിന്റെ കൂടെ വരില്ല, സൗന്ദര്യ വസ്തുക്കളൊന്നും നിന്റെ കൂടെ വരില്ല, നീ വാങ്ങിച്ച വില കൂടിയ വാഹനങ്ങൾ വരില്ല. കേവലം നിന്നെ ചുമക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് 6 കാലുള്ള വാഹനമാ. ശവമഞ്ചയിലാണ് നീ യാത്ര ചെയ്യാനുള്ളത്, അതേ മയ്യത്ത് കട്ടിലിലാണ് നിന്നെ കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരാ, ആർഭാടങ്ങളുമായി നീ ജീവിക്കുമ്പോ, നിന്റെ മക്കളുടെ വിവാഹങ്ങൾ നടത്തുമ്പോ, നിന്റെ വീടുകളിൽ ഒരുപാട് പരിപാടികൾ നടത്തുമ്പോ, അവിടെയെല്ലാം ആർഭാടങ്ങളും ആഡംബരങ്ങളും നടത്തുന്ന മനുഷ്യ, നിന്നോടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, നിന്റെ സമയം മുഴുവനും നീ അതിനു വേണ്ടി ചിലവഴിച്ചപ്പോ, നിനക്ക് ലഭിച്ച എല്ലാ സന്ദർഭങ്ങളും അതിനു വേണ്ടി നീ സമയം കൊടുത്തപ്പോ, ഖബറിലേക്ക് നീ വിളിച്ചപ്പോ അവര് കൂടെ വരുന്നില്ല. ആ ഖബറിലേക്ക് വരാൻ അവര് തയ്യാറാകുന്നില്ല. കാരണം അത് മുഴുവനും നശിക്കാനുള്ളതാ. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുവും നശിക്കാനുള്ളതാ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു ആകുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, അവന്റെ ദാത്ത് മാത്രമാണ് ഈ ദുനിയാവിൽ നിലനിൽക്കുക, എല്ലാം നശിക്കാനുള്ളതാ. അതുകൊണ്ട് ആഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ, ആർഭാടങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ.